ഗീവർഗീസ് സഹത എന്ന് കേൾക്കുന്ന മാത്രയിൽ നമ്മുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചിത്രമുണ്ട്. റോമൻ പടച്ചട്ട ധരിച്ച അശ്വാരൂഢനായ ഒരു യോദ്ധാവ്, കയ്യിലുള്ള നീണ്ട കൂർത്ത കുന്തം രൗദ്രതയോടെ വായു പിളർന്നിരിക്കുന്ന വ്യാളത്തിന്റെ വായിൽ കുത്തിയിറങ്ങി അതിനെ വകവരുത്തുന്നു. കുതിരപ്പുറത്തിരുന്നുകൊണ്ട് കുന്തത്താൽ മഹാസർപ്പത്തെ കൊല്ലുന്ന ഗീവർഗീസ് സഹതായുടെ ഈ ചിത്രമാണ് നാം കണ്ടിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം ഇപ്രകാരമാണ്. AD 285 റോമ പട്ടണത്തിൽ പൈശാചിക തലവനായ ലെഗിയോൻ കടന്നു. പറക്കുന്നതും മനുഷ്യരെയും മൃഗങ്ങളെയും ഉടലോടെ ഭക്ഷിച്ച് ജീവിക്കുന്നതുമായ ഒരു മഹാസർപ്പമായിരുന്നു അത്. ഭയചകിതരായ റോമാക്കാർ മനുഷ്യവർഗം ഒന്നടങ്കം നശിച്ചു പോകാതിരിപ്പാൻ തക്കവണ്ണം സർപ്പത്തിന് ആവശ്യമായ ഭക്ഷണവും കന്യകയായ ഒരു പ്രഭുകുമാരിയെയും ദിനം പ്രതി നൽകി വന്നു. മേടമാസത്തിൽ ഒരു ദിവസം സർപ്പത്തിന് ഭക്ഷണമാകുവാൻ വന്ന കന്യക മനമുരുകി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഗീവർഗീസ് ദൈവാത്മ പ്രേരിതനായി സർപ്പത്തിന്റെ ഗുഹയുടെ അടുക്കലെത്തി കോപാക്രാന്തനായ ഘോരസർപ്പം ഗുഹയിൽ നിന്ന് പുറത്തിയാടി ഗീവർഗീസ് സഹതായെ ആക്രമിക്കുവാൻ ശ്രമിച്ചു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കുതിരപ്പുറത്തിരുന്നു കൊണ്ട് തന്നെ ഗീവർഗീസ് സഹത അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കുന്തം സർപ്പത്തിന്റെ വായിൽ കുത്തിക്കയറ്റി. ആ ഭീകര സത്വം ഒരലർച്ചയോടെ പിടഞ്ഞു വീണ് ചത്തു. സർപ്പത്തിൽ നിന്ന് രക്ഷപ്പെട്ട പ്രഭുകുമാരി ഗീവർഗീസ് സഹതായാൽ ഹെലിനി എന്ന നാമം സ്വീകരിച്ചുകൊണ്ട് ക്രിസ്ത്യാനിയായി. ഈ പ്രഭുകുമാരിയാണ് പിന്നീട് ക്രിസ്തു മതത്തിന്റെ പ്രചാരകനായി തീർന്ന റോമ ചക്രവർത്തി കുസ്തുദിനോസ് രാജാവിന്റെ മാതാവായത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവർ തന്നെയാണ് യെരുശലേമിലേക്ക് പോയി കർത്താവിന്റെ കുരിശ് കണ്ടെടുത്തതെന്നും പറയുന്നു. വിശുദ്ധനായ ഗീവർഗീസ് സഹതായുടെ ഈ ചിത്രം എത്രയോ പ്രാവശ്യം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് എങ്കിൽ പോലും